സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ക്യാൻസർ സർവീസ്, അതായത് ഗർഭപാത്രത്തിൻ്റെ വായിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ, അത് ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് നീങ്ങിയിരിക്കുന്നു. എന്തെന്നാൽ അതിനെതിരായിട്ടുള്ള വാക്സിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. 3 കമ്പനികളാണ് ഇപ്പോൾ ആ വാക്സിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ബൈവാലന്റ് പറഞ്ഞ വാക്സിനുണ്ട്, ക്വാഡ്രിവാലന്റ്. യങ്ങർ ഏജ് ആയിട്ടുള്ള വിമനെയാണ് കൂടുതൽ ഈ ക്യാൻസർ അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ വാക്സിനേഷൻ എക്സ്പെൻസസിനെ കരുതി പല സ്ത്രീകളും ഈ വാക്സിനേഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കിംസ് ഹെൽത്ത് നാഗർകോയിൽ നമ്മൾ ഈ വാക്സിനേഷൻ ഫ്രീ ആയിട്ട് 9 വയസ്സിലിരുന്ന് 26 വയസ്സിലുള്ള സ്ത്രീകൾക്ക് 3 ഡോസസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരു സംരംഭം ആരംഭിച്ചിട്ട് 1 മാസം. ഗർഭപാത്രത്തിന്റെ വാസൽ എന്നുള്ള സ്ഥലം ഒരു ഡോക്ടർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ സിംറ്റംസ് വെളിയിൽ വരാൻ ആരംഭിക്കുമ്പോൾ സ്റ്റേജസ് 3-4 സ്റ്റേജെല്ലാം വരുമ്പോൾ മാത്രമേ അതിനുള്ള സിംറ്റംസ് വെളിയിൽ അറിയൂ. യങ് ആയിട്ടുള്ള സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ അത് ഏർലി ഡയഗ്നോസ് ചെയ്യാനായിട്ട് അതിൻ്റെ പാപ്സ്മിയർ എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞ സ്ക്രീനിങ് പരിശോധനകളുണ്ട്. ഇതെല്ലാം ഒരു ഡോക്ടറിനെ കണ്ട് സ്ഥിരമായിട്ട് 3 വർഷത്തിലൊരിക്കൽ ആ സ്ക്രീനിങ് ടെസ്റ്റ് എടുത്ത് വാക്സിനേഷൻ ചെയ്താൽ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റബിൾ ആൻഡ് ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസറാണ്. 3 ഡോസായിട്ട് 1 മാസത്തിലിട്ട് 2 മാസത്തേക്ക് അപ്പുറം 2ാമത്തെ ഡോസ്, 6 മാസത്തിന് ശേഷം 3ാമത്തെ ഡോസ്. 20 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് 3 ഡോസ് വേണ്ടി വരും. 9 വയസ്സിൽ നിന്ന് 13 വയസ്സിലുള്ള കുട്ടികൾക്ക് 2 ഡോസ് മതിയാകും. ആദ്യത്തെ ഡോസ് ഇട്ട് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം 2ാമത്തെ ഡോസ്. ഓരോ സ്ത്രീയും വീടിൻ്റെ വിളക്കാണ്. ആ വിളക്ക് അണയാതെ കാത്തു സൂക്ഷിക്കാൻ ലെറ്റ് us all take this campaign, vaccinate ourselves and keep our family safe. Thank you.